ടി സിദ്ദിഖ് MLA ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ടി സിദ്ദിഖ്, എന്താണ് നിലവിലെ സാഹചര്യം? ഈ ഉരുൾപൊട്ടലിന്റെ ഫലമായി ഉറപ്പില്ലാതെ അവിടെ കിടന്ന മണ്ണൊക്കെ ഒഴുകി പുഴയിൽ കൂടി വരുന്നത് എന്നുള്ളതാണ് അവിടെ നിന്നുള്ള പഞ്ചായത്ത് അംഗങ്ങളും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അത് അങ്ങനെ തന്നെയാണോ? താങ്കൾക്ക് കിട്ടുന്ന വിവരങ്ങൾ, സ്ഥിരീകരണങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല രീതിയിലുള്ള മഴ പെയ്തു. ആശങ്കയുളവാക്കുന്ന തലത്തിലേക്കുള്ള മഴ വർധനം അവിടെ ഉണ്ടായിട്ടില്ല. ആ മഴ കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോ വയനാട് ജില്ലയിൽ ജില്ലാ ഭരണകൂടം, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, DDMA, അതുപോലെ പ്രൈവറ്റ് ഹ്യൂം അടക്കമുള്ളതായിരിക്കുന്ന പ്രൈവറ്റ് സിസ്റ്റങ്ങളും എല്ലാം കൂടി ഒരുമിച്ച് ചേർന്നിട്ടുള്ളതായ ഒരു മോണിറ്ററിംഗ് സിസ്റ്റം വയനാട് ജില്ലയിൽ വാർത്തെടുത്തിട്ടുണ്ട്. ആ ക്രമീകരണത്തിന്റെ ഭാഗമായി കൃത്യതയോടുകൂടിയുള്ള മോണിറ്ററിങ്ങും ഇവാക്യുവേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് സ്വീകരിക്കേണ്ട ഘട്ടം വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒരു പ്ലാനിങ്ങിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മുൻകരുതൽ നടപടികൾ ഒരുവിധം ക്രമീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തതായ മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ ഒരു അലാമിംഗ് സിറ്റുവേഷൻ, അതീവ ഗുരുതരമായിട്ടുള്ള സിറ്റുവേഷൻ നിലവിലില്ല. ഈ വെള്ളം കലങ്ങി വരുന്നുണ്ട്. കലങ്ങിയതിന്റെ പ്രധാനപ്പെട്ട കാരണം മേൽപ്പാളികളിൽ അതുപോലെ മണ്ണിടിച്ചിൽ മൂലം നേരത്തെ ഉണ്ടായിട്ടുള്ള ഇളകി വന്നതായിരിക്കുന്ന മണ്ണും കാര്യങ്ങളും ഒക്കെ തന്നെ അത് ഒഴുകിപ്പോകുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായതാണ് എന്നാണ് ജില്ലാ കളക്ടറുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അവിടെ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ളതായ എല്ലാ അധികാരികളും അവിടെയുണ്ട്. മറ്റുള്ളതായിരിക്കുന്ന അതീവ ഗൗരവതരമായിട്ടുള്ള സാഹചര്യമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ പുഞ്ചിരിമട്ടം മേലെ ഭാഗം മുതൽ താഴെ മുണ്ടകൈ ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന പ്രദേശങ്ങളിൽ ആളുകളൊന്നും താമസിക്കുന്നില്ല. ചൂരൽമല ഇരുഭാഗത്തും ഉൾപ്പെടെ നോഗോ സോൺ നിലവിലുണ്ട്. പിന്നെ തൊഴിലാളികളോടും ഇപ്പോ അതീവ ശ്രദ്ധയോടുകൂടി തിരിച്ചു വരാനുള്ള നടപടികൾ ആരംഭിക്കണം എന്നുള്ളത് കലക്ടറുമായി സംസാരിച്ചിരുന്നു. മറ്റുള്ള പ്രത്യേകമായിട്ടുള്ള സാഹചര്യമൊന്നും നിലവിലില്ല. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊന്നും നേരത്തെ അവധി കൊടുത്തിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടോ? എന്താണ് മനസ്സിലാക്കുന്നത് ശ്രീ സിദ്ദിഖ്? ഇല്ല, ഇതിന്റെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവിടെ അവധി കൊടുക്കേണ്ടതായിരിക്കുന്ന സാഹചര്യം നിലവിലില്ല. കാരണം അവിടെയുള്ളതായിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം പ്രവർത്തിക്കുന്നത് മേപ്പാടിയിലാണ്. അതിന്റെ ഇരു കരകളിലുമായി കുട്ടികൾ നിലവിൽ പഠിക്കുന്നില്ല. പക്ഷേ മഴ ഇതുപോലെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അപ്പോ ജില്ലാ ഭരണകൂടം ആലോചിച്ച് അതിന്റെ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നന്ദി ശ്രീ ടി സിദ്ദിഖ്. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെ നിന്നുള്ള ജനപ്രതിനിധികൾ എല്ലാവരും തന്നെ അതാണ് പറയുന്നത്. കഴിഞ്ഞ തവണത്തെ ഉരുൾപൊട്ടലിൽ ഇളകിക്കിടന്ന മണ്ണും അതിൻ്റെ ഒരു അനുബന്ധമായി അടിഞ്ഞുകൂടിയ വസ്തുക്കളുമാണ് ഈ രീതിയിൽ ഒരു ഒഴുക്ക് ശക്തിപ്പെട്ടപ്പോൾ, മഴ ശക്തിപ്പെട്ടപ്പോൾ ഒഴുകിയെത്തുന്നത്. അതുകൊണ്ടാണ് പുന്നപ്പുഴ ഈ രീതിയിൽ കലങ്ങി മറിഞ്ഞ് ഒഴുകുന്നത് എന്നാണ് അവർ പറയുന്നത്. ഉരുൾപൊട്ടൽ അല്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ജനപ്രതിനിധികളും അവിടെ നിന്നുമുള്ള നമ്മുടെ റിപ്പോർട്ടർ ആഷിഖ് റഹ്മാനും നമ്മളോട് ഇപ്പോൾ വ്യക്തമാക്കുന്നത്.